ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇന്ത്യാനയിലെ ഫോർട്ട് വെയിൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്നാണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലോഡ് അറ്റ്ലാന്റയ്ക്കാണ് പോകുന്നത്. ഡെലിവറി ചെയ്യാൻ ഇനഫ് ടൈം ഉണ്ടായതുകൊണ്ട് തന്നെ പോകുന്ന വഴി കസിൻസിന്റെ വീട്ടിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ട്രക്ക് നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്തപ്പോഴത്തേക്കും ജോബിച്ചനും ജെഫ് ചേച്ചിയും നമ്മളെ പിക്ക് ചെയ്യാനെത്തി. ജോബിച്ചാനാണെങ്കിൽ സ്പീഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. 40 ഉള്ളിടത്ത് നമ്മൾ മിനിമം ഒരു 55 ഓടിക്കും. യുഎസിലെ വീടുകളുടെയൊക്കെ എലിവേഷനും ബിൽഡിംഗ് സ്റ്റൈലുകളും ഒക്കെ ഓരോ സ്റ്റേറ്റുകളും അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ വഴിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജെഫി ചേച്ചിയും ജോബിച്ചാനും ചേർന്ന് നല്ല നാടൻ മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി വന്നപ്പോഴത്തേക്ക് 2:30-3 മണിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് പറഞ്ഞ് ജോബിച്ചാൻ വന്ന് വിളിച്ചപ്പോഴാണ് നമ്മൾ എണീക്കുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കഴിച്ചത് കൂടാതെ പോകുന്ന വഴി കഴിക്കാൻ വേണ്ടി ചേച്ചി കുറെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരെയുള്ള പൈലറ്റ് എന്ന് പറഞ്ഞ ഗ്യാസ് സ്റ്റേഷനിലായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ചെറിയ ഇൻസ്പെക്ഷൻ ഒക്കെ പാസ്സാക്കി പയ്യെ നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങി. ഇവിടുന്ന് നമുക്ക് ഫ്ലോറിഡ എത്താൻ വേണ്ടി ഏകദേശം ഒരു 14 മണിക്കൂറോളം ഉണ്ട്. അങ്ങനെ നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്തി. അവിടെ വന്ന് സെക്യൂരിറ്റി അടുത്ത് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോർ നമ്പറൊക്കെ തന്നു. അൺലോഡിംഗ് ഒക്കെ നല്ല സ്പീഡായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കിടക്കാമെന്ന് വിചാരിച്ച് അടുത്തുള്ള ലൗസിലേക്ക് തന്നെ നമ്മൾ പോയി. കിടന്നുറങ്ങി രാവിലെ എണീറ്റപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ലോഡ് നമുക്ക് പിക്ക് ചെയ്യേണ്ടത് ഉച്ച കഴിഞ്ഞായതുകൊണ്ട് തന്നെ രാവിലെ ഇനഫ് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ലൗസിലേക്ക് നടന്നു.
അങ്ങനെ ഇന്നലെ കൊണ്ടുവന്ന ഇഡലിയും ദോശയും കടലക്കറിയും വീട്ടിൽ നിന്ന് നേരത്തെ കൊണ്ടുവന്ന ബീഫ് ഫ്രൈയും കൂടെ ചൂടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഓവർ സൈസ് ലോഡ് ട്രക്ക് വരുന്നത് കണ്ടത്. ഇവിടെ ഓവർ സൈസ് എന്ത് ലോഡ് കൊണ്ടുപോയാലും അതിന് എസ്കോർട്ടായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കുറച്ച് കാറുകൾ കാണും. അങ്ങനെ നമ്മുടെ ലോഡ് പിക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് എത്തി. അവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ലോഡ് റെഡി ആയിട്ടില്ല. എന്തായാലും ലോഡ് റെഡി ആവുന്നത് വരെ വെയിറ്റ് ചെയ്താലേ പറ്റൂ. ആ ടൈം കൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ വാൾമാർട്ടിലേക്ക് പോയി. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് മുന്തിരി പോലത്തെ ഒരു ഫ്രൂട്ട് നിൽക്കുന്ന കണ്ടത്. മുന്തിരി പോലെയാണെങ്കിലും അത്യാവശ്യം വലിയ മരമാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോക്കിന്റെ ടിവിയുടെ ഡിസ്പ്ലേ ആണ്. 65 ഇഞ്ച് ടി വിക്കൊക്കെ നാട്ടിലെ ഏകദേശം ഒരു 28,000 രൂപയൊക്കെ വരുന്നുള്ളൂ. പിള്ളേരുടെ സെക്ഷനിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അത്യാവശ്യം കിങ്ങിണിക്കിടാൻ പറ്റുന്ന 2-3 ഉടുപ്പുകളൊക്കെ കണ്ടത്. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങിയിരുന്നു. വൈകിട്ട് 8 മണിക്ക് കിട്ടേണ്ട ലോഡ് നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും വെളുപ്പിന് 2:30 ലോഡ് നല്ല രീതിയിൽ താമസിച്ച് കിട്ടിയോണ്ട് തന്നെ നമ്മുടെ പറഞ്ഞേക്കുന്ന അപ്പോയിന്റ്മെന്റ് ടൈമിൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കൂല. അങ്ങനെ സെക്യൂരിറ്റി അടുത്ത് നിന്ന് സംസാരിച്ചപ്പോഴാണ് അവര് പറഞ്ഞത് നാളത്തേക്ക് റീസ്കെഡ്യൂൾ ചെയ്യണമെന്ന്. എന്നാൽ പിന്നെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാന്ന് വിചാരിച്ച് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വാൾമാർട്ടിന്റെ തന്നെ കോമ്പൗണ്ടിലെ ലേക്കിൽ കുറെ മുതലകളെ നമ്മൾ കണ്ടത്. ഫ്ലോറിഡയിലെ ഒട്ടുമിക്ക ലേക്കുകളിൽ നമുക്ക് മുതലക്കുഞ്ഞുങ്ങളെയും മുതലകളെയൊക്കെ കാണാൻ സാധിക്കും. അതുകൂടാതെ ഇവിടെ മുതലയുടെ മീറ്റ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. വണ്ടിയൊക്കെ ഒതുക്കി വന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായി.
എന്നാ പിന്നെ നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിച്ചു ഊബറൊക്കെ വിളിച്ചു. റെസ്റ്റോറന്റിന്റെ അകം കാണുന്ന പോലെ തന്നെ ഫുഡും നല്ല ടേസ്റ്റും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വെളിയിൽ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് വോക്സ് വാഗന്റെ ഒരു വാൻ കാണാൻ സാധിച്ചത്. നമുക്ക് വേണ്ടി വരുന്ന ഊബർ ആ ബ്ലാക്ക് BMW ആണ്. റീസ്കെഡ്യൂൾ ചെയ്ത് കിട്ടിയ നമ്മുടെ ഡെലിവറി ടൈം വെളുപ്പിന് 2:15 വാൾമാർട്ടിലെ ലോഡായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് 1 മണിക്കൂർ മുന്നേ മാത്രമേ അവിടെ ചെല്ലാൻ പറ്റൂ. സെക്യൂരിറ്റി ഗേറ്റിന്റെ അവിടെ നിന്ന് തന്നെ ഡോറിന്റെ നമ്പർ വരുന്നതുകൊണ്ട് ആ ഡോറിൽ ചെന്ന് നമ്മൾ ട്രെയിലർ അൺഹുക്ക് ചെയ്തിട്ട് പേപ്പർ വർക്കുമായിട്ട് ഓഫീസിലേക്ക് പോകണം. ഈ കാണുന്ന മഞ്ഞ ട്രക്കുകൾ മെയിൻലി യൂസ് ചെയ്യുന്നത് യാർഡിലാണ്. യാർഡിലെ ട്രെയിലറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടാൻ വേണ്ടിയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അൺലോഡിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി വെളിയിലേക്ക് എടുക്കാൻ നോക്കിയപ്പോഴാണ് ചുറ്റിനും മഞ്ഞ് പോലെ ഫീൽ ചെയ്തത്. ഇപ്പൊ പിക്ക് ചെയ്ത ലോഡുമായിട്ട് നമ്മൾ പോകുന്നത് ഫ്ലോറിഡയിലേക്കാണ്. അപ്പൊ ഫ്ലോറിഡയിലേക്ക് പോകുന്ന വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.